ഡോക്ടർ നിതിൻ രാജ്. ആലപ്പുഴ ചേർത്തല വയലാറാണ് എൻ്റെ സ്വദേശം. 2020-25 അവിസെന്ന സ്റ്റേറ്റ് താജിക്ക് മെഡിക്കൽ യൂണിവേഴ്സിറ്റിയിലെ ഗ്രാജുവേറ്റാണ്. ഈ കഴിഞ്ഞ ജാനുവരി 17 നടന്ന FMG എക്സാം എനിക്ക് എൻ്റെ ആദ്യ ചാൻസിൽ തന്നെ ക്ലിയർ ചെയ്യാൻ സാധിച്ചു. അതിനായി സർവേശ്വരന്മാരോടും എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് എൻ്റെ കുടുംബാംഗങ്ങളോടും എൻ്റെ നന്ദി അറിയിച്ചിട്ടുണ്ട്. അതുകൂടാതെ തന്നെ എൻ്റെ അഡ്മിഷൻ മുതൽ എല്ലാ കാര്യത്തിനും എൻ്റെ കൂടെ നിന്ന് പ്രോപ്പറായ ഗൈഡൻസ് തന്ന ഹാർവസ്റ്റ് അബ്രോഡ് ഏജൻസിക്കും അതിൻ്റെ മാനേജിംഗ് ഡയറക്ടറായ അവിനാഷ് സാറിനും എൻ്റെ നന്ദി അറിയിച്ചിട്ടുണ്ട്. എൻ്റെ ബ്രദറും ഹാർവസ്റ്റ് അബ്രോഡ് വഴി തജിക്കിസ്ഥാനിൽ പഠിച്ച ഒരു ഗ്രാജുവേറ്റാണ്. ഈ കഴിഞ്ഞ വർഷം 2025 നടന്ന FMG എക്സാം ആദ്യ ചാൻസിൽ തന്നെ എൻ്റെ ബ്രദറിനും പാസ്സാവാൻ സാധിച്ചു. ഇപ്പം എറണാകുളം GHൽ ഇൻറ്റേൺഷിപ്പ് ചെയ്യുകയാണ് എൻ്റെ ചേട്ടൻ. എൻ്റെ എല്ലാ കാര്യത്തിനും എൻ്റെ അക്കാഡമിക്കിൽ എനിക്ക് എല്ലാ സപ്പോർട്ടും FMG ഏതാണെന്ന് പറഞ്ഞ എല്ലാ സീനിയർ ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും എൻ്റെ നന്ദി അറിയിച്ചു. അതുകൂടാതെ തന്നെ എനിക്ക് എല്ലാ രീതിയിലും സപ്പോർട്ടും തന്ന എൻ്റെ ജൂനിയർ കൂട്ടുകാർക്കും ഈ വേളയിൽ എൻ്റെ നന്ദി അറിയിച്ചു. ഇനി FMG എഴുതാൻ പോകുന്ന എൻ്റെ കൂട്ടുകാരോടും എൻ്റെ ജൂനിയേഴ്സിനോടും പറയാനുള്ളത്, നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്യുക. സ്മാർട്ട് വർക്കിനേക്കാൾ കൂടുതൽ ഹാർഡ് വർക്കാണ് ലാസ്റ്റ് പേ ചെയ്യുന്നത്. ഒരിക്കലും ഒരു സബ്ജക്റ്റും കംപ്ലീറ്റ് ചെയ്യാതെ പോലെ 19 സബ്ജക്റ്റ് നിങ്ങൾ മാക്സിമം കവർ ചെയ്യുക. കാരണം ഈ വർഷം നടന്ന FMG എക്സാം തന്നെയാണെങ്കിൽ പോലും 19 സബ്ജക്റ്റും ടച്ച് ചെയ്ത ഒരു വ്യക്തിക്ക് മാത്രമാണ് അത് ക്ലിയർ ചെയ്യാൻ സാധിക്കുന്നത്. 12 വിഷയമോ 13 വിഷയമോ എല്ലാവരും പറയുന്ന പോലെ ഒരിക്കലും നടക്കത്തില്ല. 19 വിഷയത്തിലും 19 വിഷയം അത് ടച്ച് ചെയ്ത് നല്ല രീതിക്ക് പഠിക്കാൻ ശ്രമിക്കുക. ഹാർഡ് വർക്ക് ചെയ്യുക. നിങ്ങളുടെ ഡിസിപ്ലിൻ നിങ്ങളുടെ സാക്രിഫൈസ് ആയിരിക്കും നിങ്ങളെ ഈ ഒരു എക്സാം വിജയിക്കാൻ സഹായിക്കുന്നത്. അപ്പം എല്ലാവർക്കും നല്ലത് വരട്ടെ എന്ന് ആഗ്രഹിച്ചുകൊണ്ട് ബിഗ് താങ്ക്സ്. എല്ലാവരും താങ്ക് യു, ലവ് യു ഓൾ.